സുരേഷ് പിള്ളൈ, മലയാളികളുടെ സ്വന്തം ഷെഫ് പിള്ള, കൊല്ലത്തിലെ അഷ്ടമുടിക്കായലിൻ്റെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിക്കുകയും തൻ്റെതായ ശൈലിയിൽ മലയാളി രുചിയെ ലോകമൊട്ടും എത്തിക്കുകയും ബ്രിട്ടനിൽ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പല ഷെഫ് പൊസിഷനിൽ ജോലി ചെയ്യുകയും BBC 2 മാസ്റ്റർ ഷെഫ് ദ പ്രൊഫഷണൽ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള മലയാളികളുടെ രുചിയുടെ രാജാവ് നമ്മുടെ സ്വന്തം ഷെഫ് പിള്ള. അദ്ദേഹമാണ് ഇന്ന് സ്റ്റാർസ് വിത്ത് സ്റ്റാറിലെ നമ്മുടെ സെലിബ്രിറ്റി. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ് വിത്ത് അവർ ഓൺ ഷെഫ് പിള്ള. അപ്പൊ അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ അങ്ങോട്ടൊക്കെ ചെയ്യാൻ പോണേ. തീർച്ചയായിട്ടും കുറെ നാളായിട്ട് ഞാനും ആഗ്രഹിച്ചിരുന്നതാണ് ഇത് ഇങ്ങനെ ഇത്ര നാളായിട്ട്. എക്സാക്ട്ലി. നമ്മൾ കുറെ കാലമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യാൻ പല അവസരങ്ങൾ വന്നിട്ടും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ നമ്മൾ ഏതായാലും അവിടെ വീഡിയോ ചെയ്യാൻ പോകണം. എന്നാലും നമ്മളെ വണ്ടിക്കാരാണ്, വണ്ടിക്കാരന്മാര്. അപ്പൊ നമുക്ക് ഡ്രൈവോട് കൂടി തുടങ്ങാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇന്ന് ഫസ്റ്റ് ഷെഫിന്റെ വണ്ടിയിലല്ല, ഞാൻ ഒരു വണ്ടി കൊണ്ടുണ്ട്. പ്ലീസ് നിങ്ങളുടെ ഇവിടെ ഡ്രൈവ് ചെയ്ത് പോവാന്ന്. കാരണം ഇദ്ദേഹത്തിന്റെ ഒക്കെ വീഡിയോ നമ്മൾ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വണ്ടിയോട് ഒട്ടും ആഗ്രഹമില്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് പിന്നെ നമ്മള് കൊതിയായിട്ട് ഇപ്പം ഞാൻ എല്ലാ വണ്ടിയും നോക്കും, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ. അതൊക്കെ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്കും ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡ്രൈവിന് പോവാം. ഷെഫ്, എസ് ക്ലാസ് ഓടിക്കുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന ഒരാളെടുത്ത് ഈ ക്ലാസ്സിൽ വരാറ് ചെറിയൊരു ഇതുണ്ടാവും. പക്ഷെ ഈ ക്ലാസ്സും എസ് ക്ലാസ്സിനെ പോലെ അപ്ഗ്രേഡ് ചെയ്യുന്നത് കാണിക്കാന്നാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇപ്പം ഷെഫ് ഇരിക്കുന്ന കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? കുറച്ച് റിക്ലൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്ന് റിക്ലൈൻ ചെയ്യാം. കംഫർട്ടബിൾ. ഞാനൊന്ന് റിക്ലൈൻ ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ എസിന്റെ തൊട്ട് താഴെയാണോ? എസ് അൾട്ടിമേറ്റ് ആണ്. ഷെഫ് വൺ ഓഫ് ദ ലക്കി ഗൈസ് ടു ഹാവ് ഫസ്റ്റ് കാർ ആസ് എസ് ക്ലാസ് അല്ലേ? എനിക്ക് അതിന്റെ ആ ഒരു അമ്പരപ്പ് മാറിയിട്ടില്ല. കാരണം ആളുകളൊക്കെ ഞാൻ അത്രയും പ്രാധാന്യം ഒന്നും കണ്ടില്ലെങ്കിലും ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് പല ആൾക്കാരുടെയും നമ്മുടെ പരിചയമുള്ളവരും അഭ്യുദയകാംക്ഷികളായിട്ടുള്ളവരൊക്കെ പിന്നീട് പറഞ്ഞതിന്റെ വാല്യൂ, സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു വാല്യൂ മനസ്സിലായിട്ടുണ്ടായിരുന്നു. വാല്യൂ വെച്ചാൽ അറിയാന്നല്ലോ, ഏറ്റവും നല്ല കാറാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ഓൺ ചെയ്തിട്ട് മറ്റുള്ളിടത്തൊക്കെ ഈ വാഹനങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസും അവരുടെ ഒരു എക്സ്പീരിയൻസും ആളുകളുടെ, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം വേറെ എന്തുവാണ്. ഷെഫ് ഓർക്കുണ്ടോ നമ്മളൊരിക്കല് ഷെഫോട് നമ്മള് തന്നെ കണ്ടപ്പോ എസ് ക്ലാസ് ഫൈനലൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ബെസ്റ്റ് ഡീൽ. എസ് ക്ലാസ് വന്ന മറ്റൊരു ഫീച്ചർ ഇതിലുള്ള ഈ കുഷനാണ്. അതെ, അത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടാവില്ലേ? നല്ല അതിന്റെ ഏറ്റവും എല്ലാരും എപ്പോഴും ബെസ്റ്റ് സീറ്റ് ഈ ബാക്കിലാന്ന് പറയും. അപ്പൊ ഞാൻ ഈ ബാക്കിൽ പരമാവധി ട്രാവൽ ചെയ്യുമ്പോ ഫ്രണ്ടിൽ എന്തൊക്കെയോ കംഫർട്ടിൽ അങ്ങ് ഇരിക്കും. അപ്പൊ എന്റെ ബാക്കിൽ വല്ലപ്പോഴും ഒക്കെ കയറി ഇരിക്കുമ്പോഴാണ് എന്റെ ആ ഒരു ഏറ്റവും സൗകര്യം. പക്ഷെ ഞാൻ ഇരുന്നിരുന്ന് അങ്ങ് ശീലിച്ച് ഫ്രണ്ടിൽ ഇരുന്ന കാരണം നമുക്കിതിന്റെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ എല്ലായിടത്തും പോകുന്ന കാരണം ഇതിന്റെ ഒരു സുഖം എന്താണെന്നോ നമുക്ക് മനസ്സിലായി. അതിന്റെ ഒന്നും അളവ് പോലൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷെ പിന്നീട് ട്രാവൽ ലോങ് ജേർണി ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ ഒരു ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാറ് ആളുകൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സേഫ്റ്റിയേക്കാളുപരി കംഫർട്ടും ഒത്തിരി സ്ട്രെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനുമ്പ് ഒത്തിരി ഒരു വർഷം മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കൊച്ചി, ബാംഗ്ലൂർ, കൊല്ലം, ചെന്നൈ, ഇതൊക്കെ പല പല കാറുകൾ. അന്നേരം നമുക്കിതൊന്നും ഒരു സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇതിനകത്ത് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊക്കെ ഒരു സ്ട്രെസ് ആയിരുന്നു. അപ്പൊ ഇത് ഷെഫിന്റെ കംഫർട്ട് ലെവൽ ഒന്ന് മേലെ കൊണ്ടുപോയി. അപ്പൊ നമ്മളത് അല്ല, അന്ന് നമ്മള് സ്ട്രെസ്സാന്ന് അറിയുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ അത് നമ്മള് ഇപ്പൊ ഇവൻ ഒരു സാധാരണ കാറിലായാലും 4 പേരെ പുറകിലൊക്കെ പോയാലും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും അതൊരു കംഫർട്ടായിട്ട് നമ്മള് അല്ല ഡിസ്കംഫർട്ടായിട്ട് കൂട്ടുന്നില്ല, നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു കംഫർട്ടും ഡിസ്കംഫർട്ടും തോന്നുന്നത്. പിന്നീട് ഇതിനകത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂനേക്കാളുപരി ഒരു യാത്രയ്ക്ക്
7-8 മണിക്കൂറൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അതിനൊരു ക്ഷീണം ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതെ, പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയും നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഭക്ഷണത്തിന്റെ രുചി അറിയുള്ളൂ. അതെ, അതിന് മുമ്പേ കഴിച്ചാലും മോശമല്ല അപ്പോഴാണ്. അതെ. അതുവരെ നമുക്ക് ഒരു ബെഞ്ച് മാർക്ക് വരുമ്പോ ആണല്ലോ അതിന്റെ ഒരു ആ ബെഞ്ച് മാർക്കിൽ എത്തുന്നു. നമ്മുടെ ആ ഒരു ട്രാവലിന്റെ ആ കംഫർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു യാത്ര മാത്രമല്ല. അതിനകത്തിരുന്ന് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരാളെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒരു ബിസി എന്ന് പറയുന്നില്ല, ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ എപ്പോഴും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വീഡിയോ പോലും എഡിറ്റ് ചെയ്യുന്നതൊക്കെ കാരണത്തിരുന്നിട്ടായിരിക്കും ഞാൻ ട്രാവലിങ് ഏത് വണ്ടിയില്ല. അപ്പൊ ഇതിനകത്തിരുന്നപ്പോ എനിക്ക് കുറച്ചുകൂടെ ഭയങ്കര കംഫർട്ടായിട്ട് ഇതെല്ലാം ഇരുന്ന് ഒരു 7-6 hours ഒക്കെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരൊക്കെ പോകുമ്പോ നമ്മളൊന്നും അറിയാണ്ട് പല കാര്യങ്ങളും പ്രൊഡക്ടിവിറ്റി എന്നെ കൂടി. സാധാരണ നമ്മള് മെർസിഡീസ് എന്ന ബ്രാൻഡിന് തന്നെ ഒരു ലക്ഷറി കൂടെ തന്നെ ഒരു ബിസിനസ് എന്നുള്ള ഒരു ആംഗിളും കൂടെ ഉണ്ട്. ഏതൊരു സക്സസ്ഫുൾ ബിസിനസ്സുകാരും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഷെഫ് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനും കൂടെയാണ്. ഞാൻ അതിനൊരു വേർഡ് റെസ്റ്റോറന്റ് ഓണർ, അതായത് ഓൺടർപ്രണർ ക്ലബ് റെസ്റ്റോറന്റ്. അപ്പൊ ആ ഒരു ടെർമിനോളജി സത്യം പറഞ്ഞാൽ അധികം നമുക്ക് ഷെഫ്മാർക്കൊന്നും കാണാൻ പറ്റില്ല. ഞാൻ കുറച്ച് ബിസിനസ്സിലേക്ക് വരികയാണ്. ഇപ്പൊ നമുക്ക് കേരളത്തില് നമുക്കറിയാം, കൊച്ചിയിൽ ലേമേഡിൽ ഷെഫിന്റെ റെസ്റ്റോറന്റ് തുടങ്ങി. ഇനി ബാക്കിയുള്ളത് കുറച്ച് എനിക്ക് അറിയെങ്കിലും നമ്മൾ പ്രേക്ഷകർക്ക് അറിയണം. ഒരു വർഷം ആയല്ലോ ഇപ്പൊ. എനിക്ക് അന്ന് ഇൻവൈറ്റ് കിട്ടിയ ഓർമ്മ വരാൻ. അപ്പൊ ഒരു വർഷമായി. ഒരു വർഷത്തെ ഒരു ജേർണി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മോസ്റ്റ് അമേസിങ്. കാരണം എനിക്കൊരു 0 കംപ്ലൈന്റ്, എനിക്കൊരു പരാതി പറയേണ്ട എന്തെങ്കിലും ഒരു നമുക്കിപ്പോ ലൈഫിൽ ഓരോ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും. അപ്പൊ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് വേറെ വാക്കുകളില്ല പറയാൻ. കാരണം ഒരു ബിസിനസ് 10-26 വർഷം നമ്മൾ ജോലി ചെയ്തിട്ട് ആദ്യമായിട്ടൊരു എപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ബിസിനസ് ചെയ്യണമെന്നൊക്കെ പറ്റും. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോഴാണല്ലോ അതിന്റെ ഡിഫിക്കൽസി. നമ്മൾ മത്തങ്ങയൊന്നുമല്ല മുറിച്ച് നോക്കിയാൽ കേടാണോ അറിഞ്ഞിട്ട് നമുക്ക് മാറ്റും. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു എക്സിറ്റ് ഇല്ല ആദ്യം. അപ്പം ചെയ്തേ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ കഴിഞ്ഞ വർഷം നവംബറിൽ തുടങ്ങി. ഇപ്പൊ ഇത് 13 month ആണ്. അപ്പൊ ഈ 13 മാസം കൊണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ അധികം. കാരണം ഒരു റെസ്റ്റോറൻറ്റ്സ് ബാംഗ്ലൂരിൽ തുടങ്ങുന്നു, വിത്തിൻ 6 months ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായ മാരിയറ്റിനോട് അസോസിയേറ്റ് ചെയ്ത് കൊച്ചിയിൽ തുറക്കാൻ പറ്റി. അതെ. പിന്നീട് 3rd one തൃശ്ശൂരിൽ ശോഭാ സിറ്റിയിൽ ഓപ്പണായി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ദോഹയിൽ ഓപ്പണായി. ഇപ്പൊ 4 റെസ്റ്റോറന്റ് ഒരു വർഷത്തില് മൾട്ടിപ്പിൾ ഡിഫറെന്റ് സിറ്റിയില്, പരിചയമില്ലാത്ത സിറ്റിയിൽ. അതായത് ഇപ്പം സ്വന്തം നാടാ ഇപ്പൊ കൊല്ലത്തെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഒരെണ്ണം ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്തെല്ലാം ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഇത് ഒരു വലിയൊരു ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന അത് ചെയ്തെടുക്കാൻ പറ്റി. ഒരു ഞാൻ ഒരു കഴിഞ്ഞ 26 വർഷം 27 വർഷമായിരുന്നു ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം 13 months കൊണ്ട് 350 പേർക്ക് എനിക്ക് തൊഴിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ള എന്റെ ഏറ്റവും ഭയങ്കര, ഞാൻ ഇതിനേക്കാളും ഉപരി അതിനകത്ത് പല വേറെ ഒത്തിരി പറയേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് ഒരു 350 പേർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തു. ഇത് വേണമെങ്കിൽ എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, ഞാൻ ജോലി ചെയ്തെങ്കിൽ എന്റെ കാര്യമൊക്കെ സേഫ് ആണ്, ആയിക്കോട്ടെ. നല്ലൊരു ജോലിയായിരുന്നു, നല്ല കംഫർട്ടായിരുന്നു, നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ ജോലി വേണേൽ ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അതിന് മാറി ഇത് ചെയ്തപ്പം ഒരു പുതിയ ഒരു 350 ആളുകൾക്ക് സംതിങ്, എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും മികച്ചതെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസ് അനുസരിച്ച് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു തോന്നല്. അത് കൂടാണ്ട് ഇനി അടുത്തൊരു നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ നല്ല നല്ല പ്രൊജക്ട്സ്, നല്ല നല്ല ബ്രാൻഡ്സ് ഒക്കെ അപ്രോച്ച് ചെയ്ത് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഔട്ട് ഓഫ് ദ വേ എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു സർട്ടൺ ഒരു പോളിസി, ഒരു എത്തിക്സ് ഒക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നല്ല നല്ല ബ്രാൻഡ്സ് നമ്മളെടുത്ത് വരുന്നത്. അടുത്ത ഒരു 2-3 years തന്നെ ഒരു 30-40 പ്രൊജക്ട്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ അത് ചൂസ് ചെയ്യാൻ ഒരു 1000-2000 പേർക്കൊക്കെ ഒരു 2-3 വർഷം കൊണ്ട് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ സംതിങ് ചേഞ്ച്, ഒരു പുതിയൊരു കൾച്ചർ കൊണ്ടുവരാ. എന്റെ ഒരു ഡ്രീം അതാണ്. നമ്മൾ വെറുതെ ഒരു ബിസിനസ് ചെയ്യാന്നതിലുപരി അതിനോ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ ബിസിനസ് ഫസ്റ്റ് ഓഫ് ഓൾ, അത് ചാരിറ്റി അല്ല. അപ്പൊ ആ ബിസിനസിനോടൊപ്പം തന്നെ കുറച്ച് ആളുകൾക്ക്, നമ്മുടെ കൂടെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ഗെയിമാണ്, അതിഥി സൽക്കാര മേഖലയാണ്. അപ്പൊ അത് ആളുകളെ പ്ലീസ് ചെയ്യാം. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പ്ലീസ് ചെയ്യാന്നുള്ളത് ഏറ്റവും ബെസ്റ്റ്. വിച്ച് അവർ വേയില് നമ്മുടെ എതിർ നിൽക്കുന്ന ഒരാളെ എങ്ങനെ കംഫർട്ട് ആക്കാം, അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഗ്രേറ്റ് എഫർട്ട് ആക്കാം. ആ ഒരു മേഖലയിൽ എന്തൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാം എന്നുള്ള ഒരിതാണ്. അപ്പൊ അത് വലിയ അതില് ഞാൻ ഒരു ആഡ് ഓൺ പറയാം. ഇപ്പം സാധാരണ നമ്മൾ പറയും ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്നുള്ളതിന്റെ ഉപരി ഒരു സേവനം തന്നെയാണ്. അതായത് ഒരുപാട് ആൾക്ക് ജോലി കൊടുക്കുക. പക്ഷെ അതിന്റെ പുറമെ ഇത് മനുഷ്യനെ ഏറ്റവും അധികം സംതൃപ്തിപ്പെടുന്നത് ചില കാര്യങ്ങളാണ്. അതിലൊന്ന് വയറ് നിറഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷത്തോടു കൂടി ഒരു ബിസിനസ് ചെയ്യാൻ, അതൊരു ഹാപ്പിനെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
എന്താ ഷെഫിന് തോന്നുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുന്നതിനേക്കാളുപരി ഏകദേശം ഒരു മാസം കൊച്ചിയിൽ തന്നെ ഒരു 10,000 പേരാണ്. അതുപോലെ ഈ 4 റെസ്റ്റോറൻറ്റും ഒരു 40,000 പേർക്ക് ഒരു മാസം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു മെനുവിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു ഹോസ്പിറ്റാലിറ്റിയിൽ അവരെ സന്തോഷിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നത്. ഓക്കെ, ഐ എം നോട്ട് സെയിങ് ഈ 40,000 പേരെ ഹാപ്പി ആക്കുമെന്നല്ല, ബട്ട് ഒരു 90%-എങ്കിലും നമ്മൾ അവർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും നമ്മളുടെ ഒരു വൗ ഫാക്ടർ, ചിലപ്പം ഫുഡിന്റെ ഒരു ടേസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അതിൽ ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സീ ഫുഡാണ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു മീൻ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു സപ്ലയർ അതിന്റെ ഒരു ക്വാളിറ്റി മാത്രമല്ല, അതിന് കുറച്ച് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷ്, അതായത് നമുക്ക് ഇനിയും കിട്ടണമെങ്കിൽ അപ്പം ആ ഒരു ഫാമൊക്കെ അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന് ആ മത്സ്യത്തൊഴിലാളിക്ക് അതിന്റെ ഒരു വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഒരു പച്ചക്കറി ഉപയോഗിക്കും. അപ്പൊ അതൊക്കെ കുറെ പോളിസിയൊക്കെ നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ജോലി ചെയ്ത് കാരണം കൂടെയുള്ള ഈ ഫാമേഴ്സും ഫിഷർമെൻസും ഇവരൊക്കെയാണ് ഞങ്ങളെ നിലനിർത്തേണ്ടത് അല്ലേ. അപ്പൊ അവരെപ്പോഴും ആ ഒരു സൈക്കിൾ കറക്റ്റ് ആയിട്ട് പോകണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കുറെ ഏരിയസിലൂടെ ഒക്കെ ചെയ്തിട്ട് ഈ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് ആവാം, അല്ലെങ്കിൽ ഞങ്ങൾ സെർവ് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫിന്റെ ഒരു സ്മൈൽ ആവാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ വൗ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ഹാപ്പിനെസ് ആണ്. വെരി ഗുഡ്. അപ്പൊ അതിൽ പറയണ ഇപ്പം ഷെഫ് പറഞ്ഞ വലിയൊരു പോയിന്റ് ക്വാളിറ്റി. ക്വാളിറ്റി ഈ ഒരു ബ്രാൻഡ് മെർസിഡീസ് എന്ന് പറയുമ്പോൾ ഷെഫ് ഓൾറെഡി കസ്റ്റമർ ആണ്. ആ ക്വാളിറ്റി നമ്മളെ ഒരു ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം. ഷെഫ് ഇപ്പം ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുമ്പോൾ ഫ്രഷ് ഫീൽ ക്വാളിറ്റി. ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ AC സിസ്റ്റം ഇതിൽ അയോണൈസ് ചെയ്തിട്ട് പൊല്യൂഷൻ കുറച്ച് ലേസ് ചെയ്തു. ഇത് ഷെഫ് ഇപ്പൊ പലപ്പോഴും പല സ്ഥലത്ത് ഒരു മീറ്റിംഗ് മീറ്റിംഗ് ഫ്രഷ്നെസ് ആയിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമില്ലേ? അതെന്താ തോന്നി? അത് ഞാനതാ പറഞ്ഞത്. ഈ വാഹനം വാങ്ങിച്ചതിന് ശേഷം അത് ഞാൻ നേരത്തെ ഒരു അമ്പരന്നു എന്ന് പറഞ്ഞതല്ലേ, അതെനിക്ക് ആളുകളുടെ പേര് പറയാൻ പറ്റുന്നില്ല എന്തോ കാരണം കൊണ്ടാണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി വാങ്ങിക്കുന്ന എന്റെ ഒരു ലാസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നത്, അതിനെക്കാട്ടിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഈ വണ്ടി വാങ്ങിച്ചതിന് ശേഷം അതിന്റെ ഒരു ലെവലിൽ ഇത് ഷെഫ് പിള്ള നിങ്ങൾ ആ കാർ വാങ്ങിച്ചാണല്ലോ എന്ന രീതിയിൽ അത് വന്ന് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലെങ്കിലും അത് ഡിസേർവ് ചെയ്യുന്ന പോലെയാണ് വണ്ടി നമുക്ക് തിരിച്ചു തരുന്നത്. നമ്മളൊരു വലിയൊരു ഐഡന്റിറ്റിയാണ് 100%. അത് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വീണ്ടും ഒരു പോയിന്റ് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കുറെ വർഷമായിട്ട് ജോലി ചെയ്തവരാണ്. ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. അങ്ങനെ കുറെ വേണമെങ്കിൽ ഒരു കാറൊക്കെ വാങ്ങിക്കാം, ഈ ബെൻസ് വാങ്ങിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഇങ്ങനൊരു വാഹനം വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളിന് ശേഷം ഈ ഒരു കാറ് വാങ്ങിച്ചു. അപ്പൊ ആളുകൾ പറയുന്നത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് തുടങ്ങി വിത്തിൻ ഒരു 6 months യു ബ്രോട്ട് ആൻ S-Class. അപ്പൊ യുവർ കമ്പനീസ് ബ്രാൻഡ് വാല്യൂ ഇസ് ലൈക്ക് ഇതിനൊരു ഇത്ര രൂപ വിലയുള്ള സാധനത്തിന്റെ ഒരു 15 times ബ്രാൻഡ് വാല്യൂലാണ് നിങ്ങളുടെ കമ്പനി ആളുകൾ കണ്ടെന്നൊക്കെ പറഞ്ഞ ആളുകൾ എൻ്റെ അടുത്ത് ഒന്ന് പറയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മളിതൊന്നും ഓർത്തിട്ടല്ല, കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ അല്ലെങ്കിൽ മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ RCP ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഷെഫിലേക്ക് വല്ല ബ്രാൻഡ് വാല്യൂ കൂടുന്നത് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടല്ല. നമ്മള് ഒരു നല്ലൊരു വാഹനം വേണം, ഈ ട്രാവൽ ചെയ്യുന്നു ലോങ്. പണ്ട് വല്ലപ്പോഴും പോകുന്നത് ഈ എനിക്കറിയാലോ, ഞങ്ങളൊരു 15 റെസ്റ്റോറന്റോളം പ്രൊജക്ട് ഉണ്ട് ഫസ്റ്റ് ഇയർ. സോ ഐ ടു ട്രാവൽ ഗോവ, ഐ ടു ട്രാവൽ ചെന്നൈ. അപ്പൊ എപ്പോഴും ഫ്ലൈറ്റോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കംഫർട്ട് ആയില്ല, കാരണം പോകുന്ന വഴിക്ക് പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പൊ അന്നേരമാണ് എല്ലാവരും പറഞ്ഞൊരു സേഫ്റ്റി വണ്ടി നിങ്ങൾക്ക് വേണം, കുറച്ചുകൂടെ കംഫർട്ട് ആവണമെന്ന് എല്ലാവരുടെ നിർബന്ധിച്ച് എൻ്റെ കൂടെയുള്ള നമ്മുടെ വെൽവിഷേഴ്സും ഫാമിലിയും നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരെല്ലാം അവിടെ പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആളുകൾ പറഞ്ഞത്, നിങ്ങൾ വിത്തിൻ 6 months ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയതിന് ശേഷം ഒരു S-Class വാഹനം വാങ്ങി എന്ന് പറഞ്ഞതിന്റെ നിങ്ങൾ ചിലപ്പോൾ അതിന് കുറെ പൈസ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടിയാണ് അത്. പണ്ട് ഞാൻ ഇതിന് ഉദാഹരണം, പണ്ട് ആനനെ വാങ്ങുന്നത് ഒരു തറവാടിത്വം കാണിക്കുന്നതും എല്ലാം പോലെയാണ് ഇന്നിപ്പോ വാഹനങ്ങൾ. അതില് വൈറ്റ് എലിഫന്റ് ആണ് ഇപ്പൊ S-Class അല്ലേ? അതെ. എന്നാൽ ഞാനൊരു വണ്ടി പ്രാന്താണ്. അപ്പൊ എനിക്ക് വണ്ടി കുറെ നേരം ബാക്കിൽ ഇഷ്ടം ഡ്രൈവ് ചെയ്ത്. അപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ട് കുറച്ച് സംസാരിച്ചല്ലോ. തീർച്ചയായിട്ടും ഞാനിപ്പോഴും ഈ വാഹനം ഇത് വാങ്ങിച്ചെങ്കിലും ഞാൻ കൂടിപ്പോ ഒരു 2-3 മണിക്കൂറെ ഓടിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് ഐ എം വെരി കംഫർട്ട് അതിനകത്ത് ഇരുന്ന്. ഇത് ചൂസ് ചെയ്യാനും കാര്യമുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടി S-Class എൻ്റെ അടുത്ത് എല്ലാവരും, ഞാൻ ഒരിക്കലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് വാങ്ങിക്കണം. അപ്പൊ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ യു മസ്റ്റ് ബൈ ദിസ്. പക്ഷെ ഞാൻ എന്റെ കൂടെ
അവിടെ ഡ്രൈവ് ചെയ്തൊരു കംഫർട്ട് എങ്ങനെ അതെ. കൊണ്ടുപോകാൻ നിങ്ങളതൊക്കെ പറഞ്ഞ ഇതിന്റെ പ്രൊഫഷണൽ അതിന്റെ ഡൊമൈൻ എക്സ്പെർട്ട് ആയിട്ട് ഏറ്റവും Z അറിയാം. അപ്പൊ ഒരു കോമൺ മാൻ വെച്ചിട്ട് ഐ ഡോണ്ട് കമ്പയർ. അതിപ്പോ നിങ്ങളും വേണേ മത്തിക്കറി ഉണ്ടാക്കും, ഞാനും ഉണ്ടാക്കും. അതുപോലാണ്. ബട്ട് ഇതിന്റെ ഒരു ഏതൊരു മേഖലയുടെയും ഒരു ഡൊമൈൻ എക്സ്പെർട്ട് ആകുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു പ്രൊഫഷണൽസ് അല്ലെ. ഒരു വാഹനത്തിന്റെ ജസ്റ്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ബേസിക് റോഡ് റൂൾസും എല്ലാ ലോസും പഠിച്ച് എങ്ങനെ വണ്ടി മൂവ് ചെയ്യുന്നു, എങ്ങനെ പെട്രോൾ അടിക്കും, അങ്ങനെയൊക്കെയുള്ള ബേസിക്. പക്ഷെ അത് മാത്രമാണ് ഒരു ഡ്രൈവർ അതൊരു ആർട്ടാണല്ലോ. നിങ്ങൾ എന്തെല്ലാം ഇതിന്റെ ടെക്നിക് അതാർക്കും വേണമെന്നില്ല, പഠിക്കണമെന്നില്ല. ഒരു വണ്ടി ഓടിച്ച് സാധാരണ പോകാൻ അത്യാവശ്യ നിയമങ്ങളും വണ്ടിയുടെ ബാലൻസും കാര്യങ്ങളും ഒക്കെ അറിയാമെങ്കിൽ ഒരാൾക്ക് വേണേൽ ഓടിച്ചോണ്ട് പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ അത് എന്തുകൊണ്ട് അതിന്റെ ഒരു വണ്ടി പ്രാന്തൻ എന്നതിലുപരി ഒരു വണ്ടിയുടെ A to Z അതിന്റെ മെഷീനറിയെ കുറിച്ച് അറിയുന്നു, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയുന്നു, അതെങ്ങനെ അതിന്റെ എല്ലാം അത് ഒരു ഇറ്റ്സ് ആൻ എക്സ്പെർട്ട്. സോ ഇറ്റ്സ് എ ഡൊമൈൻ എക്സ്പെർട്ടിന്റെ അങ്ങേ അറ്റത്തുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ചെറിയൊരു ഫ്ലേവർ ഞാൻ തരാം തീർച്ചയായിട്ടും. യെസ് പ്ലീസ്. ഷെഫ് പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് S ക്ലാസിന്റെ കാര്യത്തിൽ 4 സിലിണ്ടർ ആണ്. പക്ഷെ എന്നാലും മോക്കിന്റെ 4 സിലിണ്ടറും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലത്തെ റിഫൈൻമെന്റും ഷെഫ് മനസ്സിലാക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഡീസലും പെട്രോളും ചൂസ് ചെയ്യുന്ന സമയത്ത് ഷെഫിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഡീസലോ പെട്രോളോ ഒന്നുമില്ല. ഇപ്പൊ വാങ്ങിയിരിക്കുന്ന വണ്ടിയോ ഡീസലാ. അപ്പൊ എനിവേ ഞാൻ ഡീസലും പെട്രോളും പറയാൻ കാരണം വെച്ചാൽ ഇന്നിപ്പം ഇലക്ട്രിക്കലൊക്കെ എല്ലാം മാറുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ഡീസൽ പെട്രോളിന്റെ ഒരു മാർക്കറ്റ് ആണ് നമ്മളെ കേരളം. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഷെഫ് ട്രാവൽ ചെയ്യുന്നത് അപ്പൊ കൂടുതൽ ഏത് ഭാഗത്തേക്കാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്? ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലം ടു ബാംഗ്ലൂർ. കൊല്ലം കൊച്ചി ആണ് എന്റെ വീട്. കൊല്ലത്താണ്. കൊച്ചിയിൽ വരും. കൊച്ചിയിൽ നിന്നാണ് എല്ലാം. കൊച്ചി ഒരു ഹബ്ബായിട്ട് ഇവിടുന്ന് മെയിൻലി ഞാൻ കൂടുതൽ പോയിട്ടുള്ള കൊച്ചി ടു ബാംഗ്ലൂർ, കൊച്ചി ടു ചെന്നൈ, ബാംഗ്ലൂർ ടു ചെന്നൈ, പിന്നെ അവിടുന്ന് ഗോവ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ട്രയാങ്കിളിൽ കിടന്ന് കുറെ പോയി. ഞാൻ ഇവിടുത്തെ വിട്ടിട്ട് നമ്മള് UK അതെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ടൗൺ എന്ന് വന്ന ഒരു വ്യക്തിയാണ് ഷെഫ്. സ്മോൾ ടൗൺ അല്ല ശരിക്കും, ഞാനൊരു എന്റെ ശരിക്കും ഒരു വീട് ഞാൻ കൊല്ലത്ത് ചവറ എന്ന് പറയുന്ന ചവറ നിൽക്കുമ്പോ ഒരു അഷ്ടമുടി കായലിന്റെ ഒരു ദ്വീപിലാണ്. ചെറിയൊരു ഒരു വില്ലേജിൽ നിന്നാണ് വന്നത്. കൊല്ലം എന്നൊക്കെ പറയുന്നത് വലിയ ടൗൺ എന്നൊക്കെ പറയുന്നത്. എനിവേ എവിടുന്നാണെങ്കിലും തുടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ ലെവലിൽ നിന്നും ഒരു എത്താവുന്ന ഒരു ആരും ആഗ്രഹിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു മാസ്റ്റർ ഷെഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. മാസ്റ്റർ ഷെഫ് എന്ന് പറയുമ്പോൾ ഞാൻ ഫുഡ് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പാഷനുള്ള ഒരു സംഗതിയാണ് ഫുഡ്. അപ്പൊ പാഷൻ നമ്മളെപ്പോഴും കയ്യിൽ പിടിക്കുക. അത് എന്താ പറയുക, നമ്മൾ ഒരാളും നമ്മൾ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും അതിന് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ പാഷനിൽ ഏറ്റവും വലിയ പാഷൻ വണ്ടി ഭ്രാന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ മീറ്റ് ചെയ്തത് പോലും ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ UK ജീവിച്ച സമയത്ത് വാഹന എക്സ്പീരിയൻസ് എവിടെയെങ്കിലും യാത്രകളോ മറ്റോ പോകാറുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ ജോലി ചെയ്തിരുന്നത് സെൻട്രൽ ലണ്ടനിൽ തന്നെ. സെൻട്രൽ ലണ്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ അവിടെ ആരും ഈവൻ വലിയ പൈസക്കാർ പോലും സ്വന്തം വണ്ടി കൂടി വരും. അപ്പൊ അവിടെ കൺജഷൻ ചാർജ് ഉണ്ട്, അങ്ങനെ അല്ലെങ്കിൽ ട്രാഫിക് ഭയങ്കര. അപ്പം എനിക്കൊരു 15 വർഷത്തോളം കാലം ഈ ജോലിയുടെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ വണ്ടിയോട് അത്ര വലിയൊരു ഇത് ഉണ്ടായിരുന്നില്ലെന്ന് പിന്നെ മനസ്സിലായത്. കാരണം നമുക്ക് എല്ലാ ദിവസവും അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നു, ഡെയിലി പോകുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഹോളിഡേയിൽ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഈ ഔട്ട് ഓഫ് ലണ്ടനിൽ പോകും. അവിടാണ് ഈ വണ്ടിയൊക്കെ നിർബന്ധമാണ്, കമ്പൽസറി. അപ്പൊ ഞാൻ ഈ നോർത്ത് ആംപ്ടണിൽ എന്റെ സുഹൃത്തുണ്ട്, അതുപോലെ വെയിൽസിലുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെ ക്രിസ്മസിനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഫാമിലിയൊക്കെ, അതൊക്കെ ആദ്യത്തെ ഒരു 5-6 വർഷമോ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇന്ന് ആ രാജ്യത്തെത്തി. അവിടുത്തെ ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ആ രാജ്യത്തെ പൗരന്മാരായിട്ട് ആദ്യം നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഫിനാൻഷ്യലിയും മൊത്തത്തിൽ ആ രാജ്യമായിട്ടൊക്കെ കുറെ വർഷങ്ങൾ എടുക്കും. പുതിയ രാജ്യത്ത് പോയാൽ ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ വലുതായി. അപ്പൊ അത് കഴിയുമ്പോ ഒക്കെ ഇങ്ങനെ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ നമ്മള് എല്ലാ കൊല്ലവും നാട്ടിലേക്ക് വരാതെ ചില സമയത്ത് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുള്ള കാറിലൊക്കെ. അപ്പൊ നല്ല നല്ല വാഹനങ്ങളുണ്ട് അവിടെ. എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അവിടെ ഒരു
ഒരു പ്രീമിയം വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് എ നോർമൽ തിങ്, എല്ലാവർക്കും ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ഒരു സാലറി സ്ട്രക്ചർ ആയാലും എല്ലാം നമ്മളൊരു എക്സ്പാക്ട് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാവരും അത്യാവശ്യം നല്ല ശമ്പളമൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്കൊരു വണ്ടി വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പൊ അവിടെ ഈ ബ്രാൻഡഡ് കാറിലൊക്കെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഒരു ലക്ഷറി കാർ, എന്റെ ഒരു ഫ്രണ്ട് ഷെഫ് ഒരു പോർഷെ കാർ ഉണ്ടായിരുന്നു, ഷെഫ് ജോർജ്, ആരും ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കാറിനകത്ത് പോയിട്ടുണ്ട്. അത് കൂടാണ്ട് ഇങ്ങനെ അന്നൊക്കെ ഞാൻ വിചാരിക്കുമോ, പിന്നെ എന്റെ വേറെ ഷെഫ് ഉണ്ട് കാർണവർ എന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് ജാഗുവർ ഉണ്ട്. അപ്പൊ പുള്ളി എന്നെ അതിനകത്ത് കൊണ്ടുപോകും. അപ്പൊ അത് എന്റെ ഏറ്റവും പ്രീമിയം എന്നൊക്കെ വെച്ചോണ്ടിരുന്നത്. അങ്ങനെ പല പല കാറുകളൊക്കെ പോയി യാത്ര ചെയ്ത് എന്റെ സുഖങ്ങളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നേരം ഞാനത് എനിക്കൊരു ആവശ്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കിത് ആവശ്യം വരുമെന്നോ ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വാങ്ങിക്കുമെന്നോ സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല. സത്യം, ഞാൻ അത് ഒരിക്കലും എന്റെ ഒരു നാട്ടിൽ വരുമ്പോ എപ്പോഴെങ്കിലും കാർ വാങ്ങിക്കണം ഞാൻ വിചാരിച്ചൊരു ഇന്നോവ ലെവൽ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ വാങ്ങിക്കേണ്ടി വരും. അതേ എന്റെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ച ഒരാളാണ്. അതാണ് നമ്മൾ വിചാരിക്കുന്നൊന്നും അല്ല ചിലപ്പോൾ നടക്കുക. കാരണം ഇത് ചിലപ്പോ ഇത് ഞാൻ ആഗ്രഹിക്കാണ്ട് കിട്ടിയ സാധനമാണ്. കുറച്ചുകൂടെ എന്റെ ഒരു അപ്പൊ ഞാൻ പറയുമ്പോ നമ്മളിപ്പോ യു കെയിലുള്ള വണ്ടി ഓടിക്കുമ്പോൾ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാലും ഷെഫ് ഓടിക്കുന്ന എസ് ക്ലാസ് എല്ലാം തന്നെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും സേഫ്റ്റി എൻഹാൻസ്മെന്റ് വളരെയധികം ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്, സെൽഫ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് വരികയാണ് ബെൽറ്റ് ടെൻഷൻ ചെയ്യുന്നത്. ഇത് നമ്മള് ജീവിതത്തിൽ ഫ്രാക്ഷൻ സെക്കൻഡിൽ വേണ്ട ഒരു കാര്യമായിരിക്കും. പക്ഷെ ആ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ നമ്മൾ എല്ലായിടത്തും എടുക്കും. അപ്പം ഷെഫ് ഇപ്പം യു കെ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഒരു പാരാമീറ്റർ വെക്കുന്ന സ്ഥലം. അവിടെ ഈ ഷെഫിംഗ് മേഖലയിൽ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് അവിടെയും ഇവിടെ ആയിട്ട് തോന്നുന്നുണ്ട്? ഷെഫിംഗ് കുക്കിംഗ് ഈ ഒരു മേഖലക്ക് അതൊരു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു രീതി അതിപ്പോ എല്ലാ കാര്യത്തിലും നമ്മളിപ്പം വേണമെങ്കിൽ അതൊരു സോ കോൾഡ് ക്ലീഷേ പറയുന്ന പോലെ നിങ്ങൾ കുറെ നാള് വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ട് അവിടെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പൊ ആളുകളൊക്കെ പറയോ നിങ്ങൾ വലിയ അവിടെയൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി കുറെ നാളൊക്കെ ജോലി ചെയ്തിട്ട് നാട്ടിലെ പുച്ഛിക്കുന്നു എന്നൊക്കെ പറയും ആളുകൾ തമാശ. പക്ഷെ ആക്ച്വലി നമ്മളിപ്പോഴും ഒരു ഒത്തിരി വർഷം പിറകിലാണ് ഇങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റാൻഡർഡൈസേഷനും ഗൈഡ് ലൈൻസും. കാരണം ഈ നിയമം എന്നൊക്കെ പറയുന്നത് ഒരു ഗൈഡ് ലൈനാണ്. ആളുകളെ ഇപ്പൊ ട്രാഫിക് തന്നെ നമ്മളിപ്പോ ഇവിടെ ഈ പറഞ്ഞതിന് ഭക്ഷണത്തെക്കാളും ഉപരി ഇപ്പൊ റോഡ് ട്രാഫിക് നമ്മൾ അവിടെ നിന്ന് ഒരു ഹോണടി പോലും കേൾക്കാറില്ല. ഓക്കെ, ആരും ഒരു ക്യൂ തെറ്റിച്ച് വരാറില്ല. ഇപ്പൊ അഥവാ ഒരു ഇതാണെങ്കിലും ഒരാളുടെ എത്ര ഈ പറഞ്ഞ അർജൻസി എല്ലാവർക്കും ഇല്ലേ, അവിടെയൊക്കെ എത്ര തിരക്കായാലും അവരവരുടെ ലൈനിൽ നിൽക്കുക. അതൊരു ഡിസിപ്ലിൻ, നമ്മളൊരു മര്യാദയായിട്ട് ഒരു നല്ലൊരു ഒരു സിറ്റിസൺ ആവുക എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു എല്ലാ കാര്യത്തിലും, അത് ഡ്രൈവിംഗ് ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി. ഓക്കെ, നമുക്ക് പല ഇപ്പൊ സ്വതന്ത്ര ചിന്തയുള്ളവരുണ്ടാവാം, മതചിന്തയുണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ ഒരു നമ്മളെല്ലാം ഒരു സമൂഹമായിട്ട് നിന്നാലേ നമുക്ക് ഇല്ലേ, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു പഞ്ചായത്ത് ഉണ്ട്, ഒരു വില്ലേജ് ഉണ്ട്, അത് മുനിസിപ്പാലിറ്റി ആവുന്നു, ഡിസ്ട്രിക്ട് ആവുന്നു, സ്റ്റേറ്റ് ആവുന്നു, കൺട്രി ആവുന്നു, വേൾഡ് ആയിട്ട് മാറുകയാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ ഒരു നിയമം അങ്ങനെ, അല്ലെങ്കിൽ നമ്മളെല്ലാം വന്യമൃഗങ്ങളായിരുന്നു അല്ലെ, കാട്ടിലുണ്ടായിരുന്ന മനുഷ്യരാണ്. മൃഗങ്ങളുടെ കണക്ക് ജീവിച്ചവരിൽ നിന്ന് നമ്മൾ സിവിലൈസ്ഡ് ആയി വന്നതാണ്. അപ്പൊ ഇവരെയൊക്കെ സിവിലൈസ്ഡ് ആയത് നിയമങ്ങളും ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒരു ഭരണകൂടം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് എത്തും. ആർക്കും എന്തും ചെയ്യാം. എനിക്കിപ്പോ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ഒരു നമ്മളിപ്പോ സമൂഹം കൽപ്പിക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ നിയമങ്ങൾ പാലിക്കപ്പെടുക എന്നുള്ളത് ഒരു പൗരന്റെ കർമ്മം. അതിപ്പോ ഭരണകൂടങ്ങൾ ഒരു ഗൈഡ് ലൈൻസ് വെക്കുന്നതിന് അവർക്കൊരു പരിധിയുണ്ട്, ഫൈൻ ചെയ്യാൻ. അതൊരു ഇൻഡിവിജ്വൽസും നമ്മളുടെ ഒരു സെൽഫായിട്ട്, അത് മലയാളികൾ കുറെ കാര്യം അറ്റ്ലീസ്റ്റ് റോഡിലെങ്കിലും ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ റോഡൊന്നും മറ്റു രാജ്യങ്ങളിലാണൊക്കെ വളരെ നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് തന്നെ ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം ഒത്തിരി വലിയ ഒരു 4 വരി പാതയൊന്നും അല്ലെങ്കിൽ 8 വരി പാതയൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഉള്ളതിൽ ആളുകൾ കുറച്ചുകൂടെ ഡിസിപ്ലിൻ ആയാൽ എല്ലാവർക്കും അർജൻസി ഉണ്ടാവും, എല്ലാവർക്കും ഇതുണ്ടാവും. എല്ലാവരും അല്ലെങ്കിൽ ഒരാൾ നടന്നു വരുന്നൊന്നും നിർത്തി അയാളെ മര്യാദക്ക് വിടുക, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനൊക്കെ അതൊക്കെ കുട്ടിക്കാലം പോലെ വന്നിരുന്നെങ്കിൽ അതൊക്കെ അവിടെ പോയി ഞാൻ, കാരണം ഒരു സീബ്ര ലൈനിൽ വേണമെന്നില്ല ഒരാള് ഒരു കുട്ടിയും കൂടെ, ഇപ്പൊ നമ്മൾ ട്രോളിയിലൊക്കെ ആയിരിക്കും കുട്ടികളെ കൊണ്ട്, ബഗീസ് ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ദൂരെ നിന്ന് കണ്ടാൽ പോലും അവരവിടെ നിർത്തുകയാണ്. എത്ര അർജൻസി പഠിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. അത് പറഞ്ഞാലും നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകളും സാക്ഷരത അതൊന്നും തന്നെ നമ്മൾ കൾച്ചറിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അത് യൂസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് ഒരിക്കലും. ഇപ്പൊ നമുക്കൊരു വാഹനത്തിൽ ഡ്രൈവർ എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസിബിൾ ആയിട്ടിരിക്കണം എന്നാണ്. ഒരു വെൻ യു ആർ ഇൻ എ സ്റ്റിയറിംഗ്, നിങ്ങൾക്കൊരു സ്റ്റിയറിംഗ് കിട്ടിയാൽ നിങ്ങൾ ബാക്കിയുള്ള ആ വരുന്ന ഒരു
എത്രയോ ആൾക്കാരാണ് നമ്മൾ, എത്രയോ വാഹനങ്ങളാണ് നിങ്ങൾക്ക്, അവരുടെ എല്ലാം സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ് അല്ലേ? അത് ആ ഒരു സേഫ്റ്റി ഇതും ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചുകൂടെ ഒക്കെ ഒരു റോഡ് ഡിസിപ്ലിൻ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം എത്രയോ സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് കേരളം. അപ്പൊ അവരൊക്കെ നമ്മളെ അസസ് ചെയ്യുന്ന നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമുള്ള നമ്മള് പുറം ലോകമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. എന്ത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അഡാപ്റ്റിന്റെ അല്ല, ഇത് മലയാളികളുടെ വേറൊരു പ്രത്യേകത ഞാനൊക്കെ കേട്ടത്, നമ്മൾ മറ്റു പല രാജ്യങ്ങളൊക്കെ മുമ്പ് അവർ പറയുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ ഒരാളോട് ഒരു മുൻപരിചയം ഇല്ലാതെ ചിരിക്കാൻ പറ്റും. അത് വളരെ ശരിയാണ്. കാരണം നമുക്ക് ഒരാൾ, ഒരു സ്ട്രേഞ്ചറിനെ പോലും നോക്കിയിട്ട് നമുക്കൊരു പുഞ്ചിരിക്കാൻ പറ്റും. നിങ്ങൾ ഫ്രാൻസിലോ അല്ലെങ്കിൽ ബെൽജിയത്തിലോ ഡെൻമാർക്കിലോ ഒക്കെ റോഡിൽ കൂടെ പോയാൽ തമ്മിൽ അവർക്ക് ചിരിക്കാൻ, അത് അവരുടെ ഒരു കൾച്ചർ അല്ല. അപ്പൊ ആരെങ്കിലും നോക്കി അവർ സ്റ്റാർ ഇങ്ങനെ നമ്മളെ തുറിച്ചു നോക്കും, ഒരാളെ തുറിച്ചു നോക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ നോക്കിയാൽ മുൻപ് ഒരു പരിചയമില്ലെങ്കിൽ പോലും ഒരു മലയാളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വിദേശി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തമിഴനായിക്കോട്ടെ, ഒരു മുഖത്ത് നോക്കിയാൽ ഒരു 90% ആളുകൾ ഒരു സ്വാഭാവികമായിട്ട് പുഞ്ചിരിക്കും. അതൊരു ഭയങ്കര ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഇതാണ്. അപ്പൊ നമ്മളുടെ മനുഷ്യര്, നമ്മളെ ആൾക്കാർ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ അതുകൊണ്ടാണ് നേഴ്സ് അല്ലെ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ഷെഫ്സ് അല്ലെങ്കിൽ ഹോട്ടലിൽ ഹോസ്പിറ്റാലിറ്റിയിൽ നിങ്ങൾ ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ വേൾഡിൽ പോയാലും 1-2 മലയാളികൾ അവിടെ കാണും. പിന്നെ അപ്പൊ അവർക്ക് ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക്, അവരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും ഉള്ളതാണ് ആ ഹോസ്പിറ്റാലിറ്റി, ആളുകളോട് പുഞ്ചിരിക്കാനുള്ള, ആളുകളെ സഹായിക്കാനുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കുറെ കാര്യങ്ങളൂടെ, ഇപ്പൊ ഒരു റോഡ് ട്രാഫിക്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒരു മാന്യത പുലർത്തിയാൽ, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഒക്കെ ഒരു ഡിസിപ്ലിൻ, കാരണം ഒരു 50% ആൾക്കാരെങ്കിലും ഗൾഫിലൊക്കെ പോയി കണ്ടിട്ടുണ്ട് അല്ലേ? അവിടെയൊക്കെ എല്ലാം എന്ത് ഡിസിപ്ലിനാണ് അല്ലേ? നമ്മളത് മാത്രമല്ല, നമ്മള് ഇപ്പൊ ഷെഫ് ആവട്ടെ, അതുപോലെ തന്നെ പല ആൾക്കാരും വീഡിയോസ് ആവട്ടെ, ഇതെല്ലാം കാണുമ്പോൾ ലോകം നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യമില്ല. അപ്പൊ നമ്മളൊന്ന് സഹകരിച്ച് അത് അതിന്റെ ഒരു, അത് നേരത്തെ പറഞ്ഞ പോയിന്റ്. ഇപ്പൊ ഫുഡിന്റെ കാര്യത്തില് ഇതേപോലെ തന്നെ ഒരു റെസ്റ്റോറന്റ്, ഞാൻ ഇവിടുന്ന് ആദ്യം പോയ എനിക്ക് ഓർമ്മയുണ്ട് 2005 ചെന്ന് ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. വിത്തിൻ 3 മന്ത്സിനുള്ളിൽ എനിക്കൊരു ട്രെയിനിങ് തന്നു. ഓൾറെഡി ഞാൻ ക്വാളിഫൈഡ് ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ ആ ടൈമിൽ വർക്ക് പെർമിറ്റ് ആയി കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ 2005 കുറച്ചുകൂടെ ഒക്കെ സ്ട്രിക്റ്റ് ആണ്. ഇപ്പോഴും അതെ. അപ്പൊ ആദ്യം തന്നെ ഒരു ഫുഡ് ഹാൻഡ്ലേഴ്സ് ടെസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമ്മളെ ഒരു 3 days കോഴ്സ് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ വന്ന് എനിക്ക് 3rd month കഴിഞ്ഞിട്ടാണ് എൻ്റെ ആ കോഴ്സിന്റെ ഇത് കിട്ടിയത്. അതിന്റെ ഒരു ബേസിക് ആയിട്ട് ആ രാജ്യത്ത് നമ്മൾ പഠിക്കേണ്ടതും എന്തൊക്കെ നിയമങ്ങളാണ്, ഒരു ഫുഡ് ഹാൻഡ്ലർ എന്തൊക്കെ കാര്യങ്ങൾ, ഒരാൾ അതിനകത്ത് എക്സാമ്പിൾ ഉൾപ്പെടെ പഴയ ഇൻസിഡന്റ് ഉൾപ്പെടെ, ഒരു നട്ട് അലർജി ഉള്ള ഒരാൾക്ക് ഒരു അറിയാണ്ടിരിക്കുക ഒരു ഗസ്റ്റിന് വാൽനട്ട് കൊടുത്ത അയാൾ മരിച്ചൊരു സംഭവം സ്കോട്ട്ലൻഡിൽ എവിടെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല ഇൻസിഡന്റ്, ഒരു ഡയറി, നിങ്ങളൊരു അലർജൻ ഗസ്റ്റിനെ എങ്ങനെ ഒരു ഫുഡ് പോയിസൺസ് ഉണ്ടാവുന്ന എങ്ങനെ നിങ്ങൾ അതിന്റെ ടെമ്പറേച്ചറിന് പിന്നെ, അപ്പൊ അതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ട് every 3 year അത് റിഫ്രഷ്മെന്റ് ചെയ്യുമെന്ന് ഉറപ്പിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു ഹെൽത്ത് ഒഫീഷ്യൽസിന്റെ ചെക്ക് വരുമ്പം അവിടുത്തെ ആ ഫുഡ് ഹാൻഡ്ലേഴ്സിന്റെ സർട്ടിഫിക്കറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അതിന് പറയേണ്ടത്, അത് ഒരു തട്ടുകടയിലായിക്കോട്ടെ പഞ്ചനക്ഷത്രമുള്ള ഫുഡ് ഹാൻഡ്ലേഴ്സിനെല്ലാം ഒറ്റ നിയമമായി, ആര് ഹാൻഡിൽ ചെയ്താലും റോഡിലുള്ള പോലെ തന്നെ. റോഡിലായാലും ഇത് മനുഷ്യ സാധാരണ, ഇതൊരു ബില്യണർ വേണേ വന്നൊരു തട്ട് ദോശ ഓംലെറ്റും കഴിക്കാം അല്ലേ? അത് സാധാരണ മനുഷ്യരും കഴിക്കാം. ഇന്നത്തെ ഒരു സാധാരണ മനുഷ്യന് വേണമെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഫാമിലി ആയിട്ട് പോയി കഴിക്കാം. അപ്പൊ ഈ പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഞാനിത് എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പൊ ഖത്തർ എയർവേസ്, എമിറേറ്റ്സിൽ ഫ്ലൈറ്റില് നല്ല ചാർജിൽ നിങ്ങൾക്ക് പോവാം. നല്ല പ്രീമിയം സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് എക്സ്ട്രാ ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു ലോ റേറ്റിലുള്ള ഇപ്പം നമുക്ക് ഇൻഡിഗോയിലൊക്കെ പോകാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഈ ഫ്ലൈറ്റുകളിലൊന്നും ഇതിന്റെ റെഗുലേഷനോ സേഫ്റ്റി ചെക്കിനോ എല്ലാം ഒറ്റ മാനദണ്ഡമാണ്. നിങ്ങൾ 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് ദുബൈയിൽ പോകാം, 50,000 രൂപയ്ക്ക് ദുബൈയിൽ പോകാം. കംഫർട്ട് മാറും. നിങ്ങൾക്ക് തരുന്നത് ഓറഞ്ച് ജ്യൂസും ചോക്ലേറ്റ്സും ആയിരിക്കും, മറ്റേതിനകത്ത് വെറുതെ ചിലപ്പോൾ നാരങ്ങ വെള്ളമായിരിക്കും, ഭക്ഷണം വെള്ളം മാത്രമായിരിക്കും. പക്ഷെ അവരെടുക്കുന്ന സേഫ്റ്റി ചെക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നാണ്, ഇല്ലേ? നിങ്ങൾ ആ പറയുന്ന പ്രൊക്യൂഷൻ, ഇപ്പൊ ഖത്തർ എയർവേസിലോട്ട് കയറി നമ്മൾ ലാൻഡിങ് ബോർഡിങ്ങിന് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവർ അനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ള സംഭവങ്ങൾ അത് തന്നെ ആയിരിക്കും ഇൻഡിഗോയിലും പറയും. അപ്പൊ അതുകൊണ്ടൊരു തട്ടുകട ആയിക്കോട്ടെ, ഒരു പഞ്ചനക്ഷത്രം ഉടനെ ഫുഡ് ആര് ഹാൻഡിൽ ചെയ്യുന്നു അതിനൊരു ഗൈഡ് ലൈൻസ് കറക്റ്റായിട്ട് ഉണ്ടാവുക, അത് പാലിക്കപ്പെടുക, അവരെ ബോധവൽക്കരണം നടത്തുക. ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് വിചാരിക്കാവോ നാളെ ഞാനിവിടെ ഇപ്പോൾ ഒരു കൈലി മുണ്ട് കൊടുത്ത് ദോശയോട് നാളെ നിങ്ങൾ എന്ത്, പക്ഷെ അത് ഒറ്റ ദിവസം കൊണ്ടല്ല. ഇനി അത് മാറി അറ്റ്ലീസ്റ്റ് ഒരു 10-15 years കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവരും ഇത് മാറട്ടെ. ഒരു ഭക്ഷ്യ സുരക്ഷ എന്ന് പറഞ്ഞ എല്ലാവരുടെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. അത് ഒരു പണം കൊടുത്ത് കഴിക്കുന്ന ഒരാളുടെ അവകാശമാണ് ഏറ്റവും മികച്ച ഭക്ഷണം. ഒരു ആഹാരം കഴിച്ച ഒരാൾ അസുഖം വരാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ
ഇവിടെയും വരണം, അതിനൊക്കെയുള്ള നമ്മുടേതായ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. ബി പ്രാക്ടിക്കൽ. ഞാൻ എപ്പോഴും ഒരു പ്രാക്ടിക്കലി എന്തൊക്കെ പോസിബിൾ ആണ്, അത് അറ്റ്ലീസ്റ്റ് ഞാൻ വിചാരിക്കുന്ന ഒരു നെക്സ്റ്റ് ഒരു 10-15 years കൊണ്ട് ഇത് മാറ്റം ഉണ്ടായി. ഇനി ജനിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായ ഭക്ഷണങ്ങൾ ഉണ്ടാവട്ടെ. നമുക്ക് കുറച്ച് ഷെഫിന്റെ കൈപ്പുണ്യം ചെക്ക് ചെയ്താലോ? പിന്നെന്താ, ഇവിടെ ഷെഫിന്റെ റെസ്റ്റോറന്റിലേക്ക് ഒന്ന് പോവാണ് പരിപാടി. അതെ, അതെ, കഴിഞ്ഞിട്ട് തുടരും. Stay tuned.